ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 1 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു കർഷകന് 4 കുതിരകൾ ഉണ്ടായിരുന്നു. അയാൾ ഒരു പശുവിനെ കൂടെ വാങ്ങി. താമസിയാതെ പശു പ്രസവിക്കുകയും അയാൾക്ക് ഒരു പശുക്കുട്ടിയെ കൂടെ ലഭിക്കുകയും ചെയ്തു. ഈ പശുക്കുട്ടി കുതിരകളോടുകൂടെ ഓടാനും ചാടാനും തുടങ്ങി. തൽഫലമായി കുതിര ഓടുന്നത് പോലെയാണ് ആ പശുക്കുട്ടിയും ഇപ്പോൾ ഓടുന്നത്. കുതിര തിന്നുന്ന ആഹാരം കഴിക്കാനാണ് പശുക്കുട്ടിക്കും ഇഷ്ടം. ആ പശുക്കുട്ടിയുടെ ഓട്ടവും മറ്റു രീതികളും കണ്ടാൽ അതൊരു കുതിരക്കുട്ടിയാണെന്ന് മാത്രമേ ആർക്കും തോന്നുകയുള്ളൂ. അതിന് താൻ ഒരു പശുക്കുട്ടിയാണെന്ന കാര്യം പോലും അറിയില്ല. അത് തള്ളപ്പശുവിനെ ശ്രദ്ധിക്കാറുമില്ല. ജന്മം കൊണ്ട് പശുക്കുട്ടിയാണെങ്കിലും പ്രവർത്തന രീതി കൊണ്ട് അതൊരു കുതിരക്കുട്ടിയാണ്. ഇത് നമ്മെ സംബന്ധിച്ചും ഒരു യാഥാർത്ഥ്യമാണ്. നാം ജനിച്ച കുടുംബവും പാരമ്പര്യവും മാതൃഭാഷയും എല്ലാം പ്രാധാന്യമുള്ളതാണെങ്കിലും അതിലുപരി ജീവിത സാഹചര്യങ്ങൾക്ക് നമ്മിൽ സ്വാധീനമുണ്ട്. നാം ആരോട് കൂടെ ജീവിക്കുന്നു എന്നതാണ് പ്രസക്തം. മലയാളികളായ പലരും മലയാളം അറിയാതെ ഇംഗ്ലീഷോ മറ്റു ഭാഷകളോ മാത്രം സംസാരിക്കുന്നത് നാം കണ്ടിട്ടുണ്ടാകും. നാം ജീവിക്കുന്ന സാഹചര്യത്തിന് നമ്മുടെ മേൽ അതിശക്തമായ സ്വാധീനമുണ്ട്. ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം വളരുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തന രീതികളും ഉന്നതമായിരിക്കും. ഒരു മോശം സാഹചര്യത്തിലാണ് നാം ജീവിക്കുവാൻ ഇടയാകുന്നതെങ്കിൽ നമ്മുടെ ജീവിത രീതിയും നികൃഷ്ടമായി തീരും. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന കുഞ്ചൻ തമ്പ്യാരുടെ പ്രശസ്തമായ വരികൾ നാം കേട്ടിട്ടുണ്ട്. അതൊരു തികഞ്ഞ യാഥാർത്ഥ്യവും ആണ്. നീതിസാരത്തിൽ പറഞ്ഞിരിക്കുന്നതായ മറ്റൊരു ശ്ലോകശകലം ഇങ്ങനെയാണ്: സംഘമനുസരിച്ചാണ് രംഗം. സംഘത്തിലുള്ളവർ ശ്രേഷ്ഠരെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളും ശ്രേഷ്ഠമായിരിക്കും. ഒരു വ്യക്തിയെ അറിയുന്നതിന് അയാളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി എന്ന ഒരു മഹത് വചനം കേട്ടിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുൻപ് ഒരു വീഡിയോയിൽ ആമയോടുകൂടെ വളരുന്ന ഒരു പട്ടിക്കുട്ടി ആമ ഇഴയുന്നത് പോലെ അതിനോടൊപ്പം ഇഴഞ്ഞു നടക്കുന്നതും കാണാനിടയായി. എത്രയോ ആശ്ചര്യകരമായ കാര്യം. ഇവയെല്ലാം വ്യക്തമാക്കുന്നത് നാമും നമ്മുടെ കുടുംബാംഗങ്ങളും ആരോടൊപ്പം വളരുന്നു, ആരോടൊപ്പം ജീവിക്കുന്നു എന്നത് നമ്മുടെ ഭാഗതയെയും നിർണ്ണയിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അതിനാൽ ജീവിതം ധന്യമാകുന്നതിന് ഉന്നത ദർശനവും ജീവിതക്രമവും ഉള്ളവരോടൊപ്പം ജീവിപ്പാൻ നമുക്ക് കഴിയണം. പണമുണ്ടാക്കുക എന്നതല്ല ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഒരു ശ്രേഷ്ഠമായ ആളത്വം ഉണ്ടാവുക എന്നതാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ വരും തലമുറ വളർന്നു വരുവാൻ തക്കവിധം ശ്രേഷ്ഠ സ്വഭാവമുള്ളവരോടൊപ്പം വളരുവാൻ തലമുറയ്ക്ക് അവസരമൊരുക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് മോശം ജീവിത രീതിയിലുള്ളവരെ ശ്രേഷ്ഠത്വത്തിലേക്ക് നയിക്കുവാൻ കഴിയും. ഇപ്രകാരമുള്ള ഒരു ജീവിത രീതി കെട്ടുപണി ചെയ്യുവാൻ, തലമുറയെ അങ്ങനെ വളർത്തുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ലോക സംസ്കാരത്തിൽ ദൈവമേ, ലോകത്തിൻ്റെ സംസ്കാരത്തിന് പുറകെ പോകാതെ കർത്താവെ, അങ്ങിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ആത്മാവിൽ വേരൂന്നി ഫലം കായ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.